വ്യത്യസ്തമാവുന്ന എങ്ങനെയാണ്? എനിക്ക് എന്നോട് പറയുന്ന ആൻസറാണ്, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു സിനിമയെ സമീപിക്കുമ്പോൾ അതിൽ പൂർണ്ണമായും അതിൻ്റെ തിരക്കഥയിൽ ഞാൻ മുഴുകി കേട്ട് ജഡ്ജ് ചെയ്യാനിരിക്കുക. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ക്യാരക്ടർ സിനിമയുടെ ആകത്തുള്ളിലെ കഥ, അതാണ് ഞാൻ ഭാഗമാകുന്ന സിനിമയുടെ ഭൂരിപക്ഷം, എന്നെ കൊണ്ടുള്ള അവകാശം. രാജധാനിയുടെ കഥ കേട്ടപ്പോൾ നേരെ പറഞ്ഞ പോലെ ഒരു സിനിമ ഫാനായി, ഒരു മമ്മൂക്ക ഫാനായ ഒരു ക്യാരക്ടർ, ആ ടൈറ്റിൽ റോൾ നാൻസിയാണ് ആ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വളരെ നിർഭാഗ്യകമായ കാര്യങ്ങൾ, സന്തോഷകരമായ കാര്യങ്ങൾ, ഇതിന്റെ എല്ലാം ഒരു ട്രാവൽ ജേർണി ഓഫ് നാൻസിയാണ് ഈ കഥ പറയുന്നത്. ആ നാൻസിയുടെ ജീവിതത്തിലോട്ട് വന്നു പോകുന്ന കഥാപാത്രങ്ങളാണ്. എനിക്ക് തോന്നുന്നു അത്രയേറെ ഒരു സ്റ്റെല്ലാർ കാസ്റ്റ് ഉണ്ട്. വന്നിരുന്നു കഴിഞ്ഞാൽ സ്റ്റേജിൽ നമുക്ക് ഇരുത്താൻ കസേരകൾ തികയില്ല. അത്ര 32-3 വെരി നമുക്കൊക്കെ 36. അതായത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഷൂട്ട് മാറി മാറിയൊക്കെ ആയിരുന്നു. കോവിഡ് ടൈം ആണല്ലോ, അപ്പൊ വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു എന്റെ ഷൂട്ട് ഓൺ പെട്ടത്. ഒരു ദിവസം ശ്രീനി സാറിനെ കാണും, ചില ദിവസം ലാൽ സാറിനെ കാണും, അർജുനെ കാണും, സണ്ണിയെ കാണും, അത് ധ്രുവനെ കാണുന്നു. സോ ഞാൻ ഇവരിവിടുന്ന് ഇവർക്ക് ഈ കൊടുത്തിരുന്ന കാര്യം ചെറിയ എളുപ്പമുള്ള കാര്യമില്ല. അത് വലിയൊരു അച്ചീവ്മെന്റ്. ഒരു ബിഗിനിങ് ഡയറക്ടറെ സംബന്ധിച്ചോളം അയാൾ ആ സബ്ജക്റ്റിൽ എന്തോ ഒരു താല്പര്യം അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൽ ഒരു മെറിറ്റ്. രണ്ടാം സമയത്ത് ജോലി തന്നു, ഞങ്ങൾക്ക് ജോലി തന്നു. അത് എല്ലാം ഇമോഷണലിയും അല്ലെങ്കിൽ വർക്ക് പ്രൊഫഷണലിയും നമ്മളെ കണക്ട് ചെയ്ത കാര്യം. നാൻസിയുടെ ലൈഫിലെ ജേർണി അതിന്റെ ക്യാരക്ടേഴ്സ് ആണ് ബേസിക് റീസൺ. എന്ത് സംഭവിക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് സർവ്വതാണ്. അതുപോലെ